പൂർണ്ണമായും നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വരച്ചു നിൽക്കുന്ന ഒരു മകനായി മകളായി മാറണം. ഞാൻ ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച പോലെ ഈശോമ്മ ഒരു കാര്യമാണ് സഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. ഇതാ ക്രിസ്ത്യാനികളുടെ സഹിക്കണം. സഹിക്കേണ്ട ഇവിടുന്ന് അൽഫോൺസാമ്മയെ വിശ്വസിക്കാൻ ആരാണ്? മുസ്ലിംസോ പിടിപ്പിച്ചതാണോ? ഹിന്ദുക്കൾ പിടിപ്പിച്ചതാണോ? ആണോ? നമ്മളെ പിടിപ്പിക്കുന്ന ആരാണ്? ക്രിസ്തുവിനെ പ്രതി ഏതെങ്കിലും സംഘടന ക്രിസ്തുവിന്റെ ജീവിതം പച്ചക്ക് സ്വീകരിച്ചിട്ട് ആർക്കെങ്കിലും ഒരു സംഘടന കൈകൊണ്ടത്? ആർക്കെങ്കിലും സംഘടന ക്രിസ്തുവിന്റെ നാമം അല്ലെ ക്രിസ്തുവിന്റെ വിളി സ്വീകരിച്ചിട്ട് ഒരു സംഘടന പറയാം? നമ്മൾ ബോധിമാസം നടന്നിട്ട് കുറെ കടലാത്തിന്റെയും കുറെ രോഗവും ഉപ്പതില്ലാതെ കാണപ്പെടാനാണ് പള്ളിയിലോട്ടൊക്കെ കുറച്ചാണ് വരുന്നില്ല. കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് രാവിലെ എങ്ങോട്ടെങ്കിലും നടക്കട്ടെ, കയ്യിൽ തിന്ന് വയറ് പിടിപ്പിച്ചിട്ട് അല്ലെ അത് രോഗം പിടിപ്പിച്ചിട്ട് അത് കർത്താവിന്റെ രോഗപീഠങ്ങളുടെ സംഘടന കഴിച്ചുകൊണ്ട് പറയുന്ന കാര്യമുണ്ടോ? അൽഫോൺസാമ്മയ്ക്ക് കിട്ടിയതുപോലെ, മരിയോസ്റ്റേലിക്ക് ലഭിച്ചതുപോലെ ഇത്രയും ഒരു ക്ഷയം ചുമച്ച് ഒരു ആസ്മ മരിയോസ്റ്റേലിനെ മടത്തി പോയതെങ്കിലും കൂലിപ്പണി എടുക്കുന്ന വീടല്ലോ. മടത്തി പോകാനുള്ള പൈസ ഇല്ലാണ്ട് അടുക്കളപ്പണി കുറെ നാളുകൾ ചെയ്ത് സമ്പത്തുണ്ടാക്കിയ മടത്തിപ്പോയത്. ഉടുപ്പിടുമ്പോണ്ടല്ലോ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, വണ്ടിക്കൂലിയില്ലാതുണ്ട്. 21 വേണ്ടല്ലോ, പഠിക്കണം. ദാരിദ്ര്യം മൃതമല്ല, അത് ജീവിത ശൈലിയാണ്. എല്ലാത്തിനും ദാരിദ്ര്യം. കുടുംബജീവിതമുള്ളവർക്കും ബ്രഹ്മചര്യമുണ്ട്. സ്വന്തം ഭാര്യ തൃപ്തിപ്പെടുത്തുന്നതാണ് ബ്രഹ്മചര്യം. അനുസരണം, വചനം അനുസരിക്കണം. അധികാരികളെല്ലാം അനുസരിക്കുന്നു. നമ്മളെല്ലാവരും അധികാരികളെ കണ്ടുകൊണ്ട് വചനം അനുസരിക്കുന്നവർ ആരെ അനുസരിക്കാൻ ഒരുപാടില്ല. അത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രീതിയിലുള്ള ലൈഫ് കൊണ്ട് നമുക്ക് സഭയെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ